എന്തിന്റെ ധീരത? എന്തിന്റെ ധീരത? ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം. എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ. ആജ്ഞാശക്തിയായി മാറിയിടാൻ. ആജ്ഞാശക്തിയാണോ? എനിക്കറിയാം. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ടു തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? അറിയാവുന്ന മാർഗമില്ല. അപ്പൊ എന്താ വേണ്ടത്? എന്തിന്റെ ധീരത? ഇപ്പോൾ തുടങ്ങും. എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ. ആജ്ഞാശക്തിയായി മാറിയിടാൻ. പുസ്തകായുധമാണു നിനക്കി. പുസ്തകം കയ്യിലെടുത്തോളൂ. Keep learning how to write. Vishnu മാത്രമല്ല, വിഷ്ണു എന്താണ് പല I S H N. Be creative. And your book and WhatsApp you will get my book. Otherwise, got the TPS, civil service. Also, forensic is used. Plan A, Plan B, Plan C. അതെപ്പോഴും ഉണ്ടാവും. ഓക്കെ, എപ്പോഴും തിരിച്ചു വരാൻ പറ്റുന്നതാണ് പ്രോസസ്സ്. ഞാനിപ്പോൾ സയൻറ്റിസ്റ്റ് ആയിട്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ടീച്ചിങ് വെച്ചാണ്. ഞാൻ സയൻറ്റിസ്റ്റ് ജോലി മതിയാക്കി ഉടനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി. പക്ഷേ ഒരിക്കലും ടീച്ചിങ്ങിലെത്തിയാൽ നിങ്ങളുടെ ലോകത്ത് ഒരു ജോലിയും കിട്ടും. ആ ജോലിയിൽ കയറി കഴിഞ്ഞാൽ, കാരണം ഇത്ര റിലാക്സ്ഡ് ആയിട്ട് ഒന്നും പഠിക്കാതെ പണ്ടെപ്പോഴോ പഠിച്ചത് വെറുതെ പറഞ്ഞ സമയം കളയാൻ പറ്റുന്ന, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് രാത്രി 12 മണി, 1 മണി, 2 മണിയൊക്കെ ഓഫീസിലെത്തും. ഏത് മാഷന്മാരാണ് ഈവൻ റിസർച്ചേഴ്സ് പോലും ഇല്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് 1-2 ടീച്ചേഴ്സാണ് ഡിപ്പാർട്ട്മെൻറ്റ് 12 മണി വരെ. അപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ജോലി ചെയ്തു തുടങ്ങിയാൽ, അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു മരുന്നുണ്ട്, നമ്മൾ BDS ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് M.Tech നാനോ ടെക്നോളജി, അത് കഴിഞ്ഞിട്ട് ബോംബെയിൽ PhD നാനോ ടെക്നോളജി, ഇപ്പോൾ കേംബ്രിഡ്ജിലാണ്. സിസിനി ശശിധരൻ 14 പേറ്റന്റ് ഉണ്ട്. പേര് കയറി അവിടെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഹിന്ദി പണ്ഡിറ്റായിട്ടുള്ള എക്സാം എഴുതിയിട്ട് ഇക്വലന്റ് ഗ്രാജുവേഷൻ എഴുതിയാണ്. നല്ലപോലെ പഠിക്കാൻ പറ്റുന്ന നമ്മൾ എന്ത് പഠിക്കുന്നു അല്ല എന്ത് ജോലി കിട്ടുന്നു. ഇപ്പം നമ്മൾ കയറി വരുമ്പോൾ ഡിം വന്നു, അവിടെ ജിയോ സയൻസ് ആണ് പഠിച്ചത്, അവിടുത്തെ റാങ്ക് ഹോൾഡറാണ് മിസ്. പക്ഷേ ഇപ്പം ചെയ്യുന്നത് റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ. നമ്മൾ പഠിച്ച് ജോലി കിട്ടണമെന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എപ്പോഴും പോകാൻ പറ്റുന്ന സംഭവമാണ് ടീച്ചിങ്. അത് കുറേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോട് കൂടി പോകുമ്പോൾ മേക്ക് യുവർ ക്ലാസ് കുറച്ചെങ്കിലും പ്രാക്ടിക്കലായിട്ട് ജോലിയിൽ ഇന്നത്തെ കമ്പാക്ട് ടീച്ചർ. നമുക്ക് സിവിൽ സർവീസ് അത്ര എളുപ്പമല്ല, ബട്ട് കമ്മിറ്റഡ് ആയിട്ട് 5 പേര് വരികയാണ്. നിങ്ങൾ ഫുൾ കമ്മിറ്റഡ്, ഞാൻ നിങ്ങൾക്ക് ഒരാൾ നോക്കാത്ത 5 പേര് കമ്മിറ്റഡ് ആയിട്ട് വരാതെ ഞാൻ നിങ്ങളുടെ കൂടെ കിട്ടുന്നത് വരെ എൻ്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് താമസവും പഠിക്കും. എൻ്റെ ബന്ധുവാണ്.
കുഞ്ഞബ്ദുള്ളയും ഞാനും കൂടെ വന്ന് സത്സംഗം വിളിച്ചു വന്നിട്ടുണ്ട്. വിവരങ്ങളാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കൂടെ. എഡ്യൂക്കേഷനിൽ പണ്ടേ കാലത്തുള്ളതാണ്. അച്യുതനെ അറിയുന്ന ആളാണ്. അന്തശ്ശേരിയിലെ കോളേജ് ഞാൻ പഠിച്ചിട്ടുണ്ട്. നിത്യജീവിതയുടെ ശിഷ്യന്മാരുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ബ്യൂട്ടിഫുൾ അല്ലേ? സൂപ്പർ. Where is your tea? ചായ കുടിക്കാനൊന്നും മക്കൾ Yudina gawa